അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സത്യവിശ്വാസികളായ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഹദീസിൻ്റെ തലക്കെട്ട് മഹത്തായ പ്രതിഫലം. അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഇളമൽ ജസാഇ മൻ ഇളമിൽ ബലാ വ ഇന്നല്ലാഹ അസ്സ വജല്ല ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും ഫമൻ റളിയ ഫലഹു റിള വമൻ സഖിത ഫലഹു സുഖ്ത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അല്ലാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു, മഹത്തായ പ്രതിഫലം കഠിനമായ പരീക്ഷണത്തോടൊപ്പമാണ്. തീർച്ചയായും അല്ലാഹു ഒരു ജനതയെ ഇഷ്ടപ്പെട്ടാൽ അവർ പരീക്ഷിക്കപ്പെടും. അതിൽ അവർ സംപ്രീതരായാൽ അവരെ സംബന്ധിച്ച് അല്ലാഹുവും സംപ്രീതനാവും. ഇനി ആരെങ്കിലും അതിൽ കോപിഷ്ഠരാവുകയാണെങ്കിൽ അവരുടെ മേൽ അല്ലാഹുവിൻ്റെ കോപമുണ്ടാവും. തിർമിദി, ഇബ്നു മാജ. തൻ്റെ അടിമകളെ പരീക്ഷിക്കുക അല്ലാഹുവിൻ്റെ യുക്തിയിൽപ്പെട്ടതാണ്. സമൃദ്ധി കൊണ്ടും കഷ്ടതകൾ കൊണ്ടും അവൻ അവരെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. ഏതു പ്രതിസന്ധി ഘട്ടത്തിലും ദൃഢവിശ്വാസത്തോടെയും ക്ഷമയോടെയും തഖ്വയോടെയും തൻ്റെ അനുസരണയിൽ ഉറച്ചു നിൽക്കുന്നവരാരാണെന്നും ധിക്കാരത്തോടെ നിഷേധം അനുവർത്തിക്കുന്നവരാരാണെന്നും വേർതിരിച്ച് അറിയുകയാണ് പരീക്ഷണങ്ങളിലൂടെ അവൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവുമായുള്ള സാമീപ്യത്തിൻ്റെ തോതനുസരിച്ച് പരീക്ഷണത്തിലുള്ള അളവും വ്യത്യാസപ്പെട്ടിരിക്കും. അടിമകളിൽ അല്ലാഹുവുമായി ഏറ്റവും സമീപസ്ഥരാണല്ലോ പ്രവാചകന്മാർ. അവൻ അനുഭവിച്ചിടത്തോളം കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കപ്പെട്ടവർ ആരും തന്നെയില്ല. പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാം കടുത്ത രോഗത്താൽ പരീക്ഷിക്കപ്പെട്ടതായി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ട് ബന്ധുജനങ്ങളും നാട്ടുകാർ പോലും വിട്ടൊഴിഞ്ഞ് പ്രിയതമയും വൃദ്ധനും മാത്രം കൂട്ടായി ഒറ്റപ്പെട്ടുപോയ നിസ്സഹായാവസ്ഥ. അപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ആവലാതി ഖുർആൻ എടുത്തു പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ദീനബാധിതനായിരിക്കുന്നു, നീയോ കരുണയുള്ളവരിൽ ഏറ്റവും കാരുണ്യവാനല്ലോ. വിശ്വാസിയിൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹവർഷത്തിൻ്റെ അടയാളമാണ് പരീക്ഷണം. ഏത് കടുത്ത പരീക്ഷണങ്ങളെയും ക്ഷമയോടെയും തൃപ്തിയോടെയും നേരിടാൻ തയ്യാറാകുമ്പോൾ അല്ലാഹു അവനിൽ കൂടുതൽ സംപ്രീതനായിരിക്കും. പരലോകത്ത് അവൻ മഹത്തായ പ്രതിഫലത്തിന് അർഹനാകും. മറിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നിരാശനാവുകയും സർവവും നഷ്ടപ്പെട്ട ഹതഭാഗ്യനെ പോലെ പെരുമാറുകയും ദൈവം ക്രൂരനും നിഗ്രഹനുമാണെന്ന് കരുതി കോപിഷ്ഠനാവുകയും ചെയ്യുമ്പോൾ അല്ലാഹുവിൻ്റെ കോപത്തിനും അവൻ വിധേയനാകുന്നു. മക്കൾ നഷ്ടപ്പെടുമ്പോഴുള്ള മാതാപിതാക്കളുടെ വ്യസനവും ദുഃഖവും എത്രമാത്രമാണെന്ന് നാം നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഫലസ്തീനിലെ ഗസയിൽ രക്തസാക്ഷികളാകുന്നവരിൽ 1/3 നിഷ്കളങ്കരും നിരപരാധികളുമായ കുഞ്ഞുങ്ങളാണ്. ബാഹ്യമാനദണ്ഡങ്ങൾ വെച്ച് അവർ ദൈവശാപത്തിന് ഇരകളായതാണ് എന്ന് ചിലർ വിലയിരുത്തിയേക്കാം. അതിനുള്ള മറുപടിയാണ് ഉപര്യുക്ത വിവചനം. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തിന് അല്ലാഹു അവരെ അർഹരാക്കുകയാണ്. യഥാർത്ഥത്തിൽ അവരുടെ രക്തസാക്ഷ്യത്തിലൂടെ തൻ്റെ മഹത്തായ പ്രതിഫലത്തിന് അവൻ അവരെയും കുടുംബത്തെയും തിരഞ്ഞെടുക്കുകയാണ്. പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തം എന്ന നിലക്ക് രോഗങ്ങളാൽ പരീക്ഷിക്കപ്പെടുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. സ്വർണം ശുദ്ധീകരിക്കപ്പെടുന്നതും ആയുധങ്ങൾ മൂർച്ച കൂടുന്നതും തീച്ചൂളയിലൂടെയാണല്ലോ. അതുപോലെ പാപക്കറകളിൽ നിന്ന് മനുഷ്യനെ ശുദ്ധീകരിച്ച് മഹത്തായ പ്രതിഫലത്തിന് അർഹനാക്കുകയാണ് പരീക്ഷണങ്ങളിലൂടെ അല്ലാഹു ചെയ്യുന്നത്. ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം, പരീക്ഷണങ്ങൾ ഒരിക്കലും തന്നെ നമ്മളെ തളർത്തുന്ന ഒരു സംഭവമല്ല. പരീക്ഷണങ്ങളിലൂടെയാണ് നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുക എന്നുള്ളതാണ്. ജീവിതമാവുമ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. ആ പരീക്ഷണങ്ങളിലെല്ലാം ക്ഷമ അവലംബിച്ചുകൊണ്ട് മുന്നേറുവാൻ അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.